CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ അനിൽകുമാർ, KCB നേരത്തെ തന്നെ അറിയിച്ചതാണ്, 2 ആഴ്ച മുമ്പേ ഇങ്ങനെ ഒരു വൈദ്യുതി മോഷണം നടക്കുന്ന കാര്യം അറിയിച്ചതാണ് എന്നാണ് ഷോക്കേറ്റ ഷാനുവിൻ്റെ അമ്മ പറയുന്നത്. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ വരികയാണ്. ഇത്രത്തോളം വലിയ അലംഭാവം KCBയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്, അത്തരം വലിയ വീഴ്ചകൾ ഉൾപ്പെടെ അന്വേഷിക്കേണ്ടതല്ലേ? ഒരു കുട്ടിയുടെ ജീവനാണ്. കളിചിരിയോടുകൂടി നടന്ന ക്ലാസ്സിൽ, സ്കൂളിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമുണ്ടായിരുന്ന, എന്നാൽ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് സ്കൂളിലേക്ക് വന്നിരുന്ന അങ്ങനെ ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടമായത്. ഈ വലിയ വീഴ്ചയെക്കുറിച്ച് ഉൾപ്പെടെ വിശദമായ അന്വേഷണവും ഗൗരവത്തിലുള്ള ആലോചനകളും ചർച്ചകളും ഒക്കെ വേണ്ടതല്ലേ? KCB അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിയതമായ സംവിധാനങ്ങളുണ്ട്. ഒന്ന് ടെലിഫോൺ കോളിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ അത് പരാതികൾ രജിസ്റ്റർ ചെയ്യിക്കാം. അപ്രകാരം ഏതെങ്കിലും പരാതികൾ രജിസ്റ്റർ ചെയ്യുകയും അത് പരിഗണിക്കപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഗൗരവതരമായി പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ അങ്ങനൊരു പരാതി നൽകപ്പെട്ടിരുന്നു എന്ന വസ്തുത പുറത്തു കൊണ്ടുവന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉന്നതതല അന്വേഷണം നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ആദ്യം ഒരു വെടി വെച്ചു, പക്ഷേ കൊടി കൊണ്ടില്ല. UDF ഒരു വെടി വെച്ചു, വെടി കൊണ്ടില്ല. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്, വൈദ്യുതി ബോർഡ് ഉത്തരവാദിയാണ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ വെടി. അതുണ്ടയില്ല വെടിയായിരുന്നു. അത് മാലപ്പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിച്ചീറ്റി. ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യമാണെങ്കിലും ശ്രീ അനിൽകുമാർ, അങ്ങ് സംസാരിക്കുന്നത് തുടരാം. പക്ഷേ എന്തായാലും ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യമാണെങ്കിലും ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായി, അത് ഗൗരവമുള്ള വിഷയമാണ്. മാത്രമല്ല, ഈ വൈദ്യുതി കണി ഇവിടെ ഉണ്ടായിരുന്നു. ഇക്കാര്യം KCB ഉദ്യോഗസ്ഥരെ 1 ദിവസം മുമ്പോ 2 ദിവസം മുൻപോ അല്ല, 2 ആഴ്ച മുൻപ് അറിയിച്ചു എന്നാണ് ഷോക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാനുവിന്റെ അമ്മ രജനി അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ചട്ടവും നിയമവും ഒക്കെ ഉണ്ടായിരിക്കാം ഇക്കാര്യം അറിയിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്നറിയിച്ചാൽ KCB ഒക്കെ ഇടപെടണ്ടേ? അവിടെ വലിയ വീഴ്ചയിലേ ഉണ്ടായത്. ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിൽ 2 കുട്ടികൾ കൂടി ഷോക്കേറ്റുണ്ട്. ഭാഗ്യം കൊണ്ട് അവർക്ക് ജീവൻ നഷ്ടമായിട്ടില്ല എന്നത് നമുക്ക് ആശ്വാസമാണ്. പക്ഷെ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായി. KCBയെ ന്യായീകരിക്കാൻ കഴിയുമോ? തിരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞതിനെ രാഷ്ട്രീയ നിറം നൽകുമ്പോഴും KCBയെ ന്യായീകരിക്കാൻ കഴിയുമോ? ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ള വീഴ്ച അത് അതീവ ഗൗരവതരമല്ലേ? അല്ല, നിങ്ങളുടെ മുമ്പിൽ അങ്ങനത്തെ അറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് കാണിക്കുന്ന എന്തെങ്കിലും രേഖയുണ്ടോ? ശരി, ആ പ്രതികരണം കൂടി അങ്ങേ ഒന്ന് കേൾപ്പിക്കാം. വൈദ്യുതി കെണികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇക്കാര്യം KCB ഉദ്യോഗസ്ഥരെ 2 ആഴ്ച മുമ്പ് അറിയിച്ചിരുന്നു എന്നാണ് ഷോക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷാനുവിന്റെ അമ്മ രജനി അല്പം മുമ്പ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അവർ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടാകില്ല എന്നും ആ അമ്മ പറയുകയാണ്. സമീപത്ത് ഇനിയും ഇത്തരം നിരവധി കെണികളുണ്ട്. അക്കാര്യത്തിൽ KCB ഇടപെട്ടില്ല എന്താണ്, പരാതി നൽകിയിട്ടും പറഞ്ഞിട്ടും ഇടപെട്ടില്ല എന്നാണ് രജനി എന്ന അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. ശ്രീ കെ അനിൽകുമാർ, KCB അറിയിച്ചിരുന്നു, അത് 2 ആഴ്ച മുമ്പ് തന്നെ അറിയിച്ചതാണ്. ആ സമീപത്ത് അങ്ങനെ പന്നിക്കണികൾ വയ്ക്കുന്ന പതിവുണ്ട്. അതിന്റെ തെളിവാണ് ആ അമ്മയുടെ വാക്കുകൾ. ഇപ്പോൾ KCBക്ക് ഗുരുതരമായ വീഴ്ച പറ്റിയില്ലേ? നിങ്ങള് ആ പറയുന്ന ആള് പറയുന്നത് കേട്ടിരുന്നു. അവര് KCB അറിയിച്ചിട്ടില്ല. KCB അറിയിച്ചതായ ഒരു ചേട്ടൻ പറയുന്നുണ്ടെന്നാ പറയുന്നത്. അല്ല, അതുപോരെ വസ്തു പറയട്ടെ, അറിയിച്ചു എന്നുള്ളതിന് എന്ത് വസ്തുതയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്? നിങ്ങൾ അവരുടെ വാക്കുകൾ തന്നെയല്ലേ അതിന്റെ വസ്തുത? അല്ല, പറഞ്ഞിട്ടില്ല, അവര് നേരിട്ട് കൊടുത്തിട്ടില്ല. ആരോ പറഞ്ഞു എന്ന് പറയുന്നു. ചോദ്യം ഇതാണ്, ആ ആളുടെ പേര് പറയാമോ? KCB അറിയിച്ചു എന്ന് പറയുന്ന ആളുടെ പേര് നിങ്ങൾ പറയുമോ? അവൻ ചോദിച്ചേ. ആ പേര് ചോദിച്ചു പറയാം, ആരാണ് അറിയിച്ചത് എന്ന കാര്യം ചോദിച്ചു പറയാം. പക്ഷേ KCB അറിയിച്ചു എന്ന് അവർ പറയുന്നത് നമ്മളങ്ങനെ അവിശ്വസിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്കറിയില്ലല്ലോ. അല്ല, എനിക്കറിയില്ല, ആ പേര് എനിക്കറിയില്ല, അത് യാഥാർത്ഥ്യമാണ്, എനിക്ക് ആ പേരില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രതികരണം അവിടെ വരുമ്പോൾ അതും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കെട്ടിച്ചമച്ചൊരു പ്രതികരണമാണ് എന്നതാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ലാണ്ട് എന്താ നിങ്ങളെന്തിനാ ഇറങ്ങി പുറപ്പെട്ടത്? KCB ആരോ അറിയിച്ചു എന്ന് പറഞ്ഞു. ആരാണ് അറിയിച്ചതെന്ന പേര് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ അറിയിച്ച ആളെ കൊണ്ടുവരൂ, നമുക്ക് നോക്കാം. ശരി, അറിയിച്ച ആൾ ആരാണ്, അറിയിച്ചത് ആരാണ് എന്നതിൽ വ്യക്തത വരുത്താം. അങ്ങേക്ക് ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ അങ്ങനെ ഈ മരണത്തിനും തിരഞ്ഞെടുപ്പിന്റെ നിറമുണ്ട് എന്ന് അങ്ങ് വിശ്വസിക്കുന്നതാണ് അങ്ങയുടെ വാക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ഈ പ്രതികരണം എടുത്ത ബിജു പങ്കജ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബിജു, ഇപ്പോൾ CPM പ്രതി കെ അനിൽകുമാർ പറയുന്നത് അങ്ങനെ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ആരാണ് KCB അറിയിച്ചത്? ആ പേര് കൊണ്ടുവരൂ, തെളിവ് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. ഷോക്കേറ്റ കുട്ടിയുടെ അമ്മയുടെ പ്രതികരണത്തെ അങ്ങനെ അവിശ്വസിക്കേണ്ടതുണ്ടോ? ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായി കൂട്ടിക്കെട്ടേണ്ടതുണ്ടോ ഒരു കുട്ടിയുടെ മരണത്തെ? തീർച്ചയായും ഇല്ല. കാരണം നമ്മൾ ഈ നിലമ്പൂർ താലൂക്ക് ആശുപത്രി കിടക്കുന്ന ഷാനുവിൻ്റെ എങ്ങനെയാണ് അവസ്ഥ എന്നറിയാനായിട്ടാണ് ഞങ്ങളും ചെന്നത്. അപ്പോൾ ഷാനുവിൻ്റെ 2 കാലിനും വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു കെണി അവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടികൾ രാത്രി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മരണപ്പെട്ട അനന്തുവിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇവരുടെ നിലവിളി കേട്ട തൊട്ടടുത്ത വീട്ടിലെ ആൾക്കാർ വന്നാണ് ഈ ഫീസ് ഊരുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വരുമ്പോഴാണ് ഞങ്ങൾ ഇത്തരം കെണികൾ അവിടെയുണ്ട്, ഈ കെണികൾ ഞങ്ങൾ KCBക്കാരോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നടപടി എടുത്തിരുന്നെങ്കിൽ
ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇപ്പോൾ മരണപ്പെട്ട കുട്ടിയുടെ ഈ ഷാനുവിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കുട്ടിയാണ് മരണപ്പെട്ടത്. ഷാനു ഇവിടെ ICUവിലാണ് കിടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഷാനുവിൻ്റെ അമ്മയോട് ഇപ്പം ഈ പരാതി കൊടുത്ത ആളുടെ വിലാസം ചോദിക്കാൻ ഒരു മാനുഷിക പരിഗണനയുള്ള ഒരു ജേർണലിസ്റ്റ് എന്നുള്ളതിൽ എനിക്ക് കഴിയില്ല. പക്ഷേ അവരുടെ വാക്കുകളെ തള്ളിക്കളയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് അനിൽകുമാർ കേട്ടില്ലേ, എങ്ങനെയാണ് ഒരു ഷോക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന കുട്ടിയുടെ അമ്മ, 3 കുട്ടികൾ ഉണ്ടായിരുന്നു, 3 പേർക്കാണ് ഷോക്കേറ്റത്, മറ്റു പലർക്കും ഷോക്കേറ്റ് ഏൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 2 പേരുടെ ജീവൻ രക്ഷിക്കാനായതേ, ഇടപെടാനായതേ, അവരുടെ ജീവൻ നഷ്ടമാകാതെ പോയതേ വളരെ സന്തോഷമല്ല ആശ്വാസമാണ്. ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായതുമാണല്ലോ. അവിടെ എങ്ങനെയാണ് ചോദിക്കാൻ കഴിയുക, നിങ്ങൾ എപ്പോൾ ആർക്ക് പരാതി കൊടുത്തു, അതിൻ്റെ രേഖകളൊക്കെ വേണോ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി പറയാൻ? KCB ശ്രദ്ധിക്കേണ്ടതായിരുന്നു, KCB അറിയിച്ചതാണ്. അക്കാര്യത്തിൽ ഇനിയും നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ ശ്രീ കെ അനിൽകുമാർ? ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ഈ ചർച്ചയിൽ ഒരു വാക്ക് പറഞ്ഞു, ഈ മരണത്തിന് രാഷ്ട്രീയ നിറം കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോ? ഈ മരണത്തിന് കൊടുക്കണോ എന്നതിന്റെ ചോദ്യമാണ്. അങ്ങ് എന്തുകൊണ്ടാണ് സാധാരണ നിലയിൽ ഇപ്പോൾ അങ്ങയുടെ പ്രദേശം കോട്ടയത്താണ്, കോട്ടയത്തിന്റെ മലയോര മേഖലയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ അങ്ങ് ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുക? KCBയുടെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ KCB അറിയിച്ചിട്ട് അവർ പ്രതികരിച്ചില്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണം വേണം, നടപടി വേണമെന്നൊരു സ്വാഭാവിക പ്രതികരണമല്ലേ അങ്ങയിൽ നിന്ന് വരിക. പക്ഷേ അതല്ല അങ്ങയിൽ നിന്ന് ആദ്യമേ ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സംശയം ചോദിച്ചത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലാണോ ഇങ്ങനെ പറയുന്നത് എന്ന്. അങ്ങേക്ക് തുടരാം. കേൾക്കൂ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതുണ്ടായ സംഭവം CPMന്റെ നേതാവ് വിജയരാഘവന്റെ വാഹനം തടയുക ഉണ്ടായത്. എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസുകാർ വിജയരാഘവന്റെ വാഹനം തടഞ്ഞത്? എന്തടിസ്ഥാനത്തിലാണ് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്ന് UDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞത്? അതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിച്ചത്, മരണത്തെ രാഷ്ട്രീയവൽക്കരിച്ചത് കോൺഗ്രസാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത്, എന്തുകൊണ്ട് ഞാൻ ചോദ്യം ഉന്നയിച്ചു? നിങ്ങൾ KSEBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ ചോദ്യം, KSEB അറിയിച്ചിരുന്നോ? അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആരാണ് അറിയിച്ചത്? അതാണ് അടുത്ത ചോദ്യം. ആരാണ് അറിയിച്ചതെന്നുള്ള വസ്തുത നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാത്തൊരു വസ്തുതയിൽ ഞാനെന്ത് വർത്താനം പറയാനാണ്? നിങ്ങൾ സർക്കാരിന്റെ ഭാഗമല്ലേ, ഞങ്ങൾക്കറിയില്ലെങ്കിലും നിങ്ങളല്ലേ തിരക്കേണ്ടത്? ഇങ്ങനെയാണോ മാനുഷികമായ ഒരു മറുപടി വരേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്നോ എന്ന ചോദ്യം വരുന്നത്. അത് ഏത് ഭാഗത്ത് നിന്നായാലും എന്ത് രാഷ്ട്രീയ നിറം? KSEB ഈ കാര്യം ഒരാൾ അറിയിച്ചെങ്കിൽ അതിന് തെളിവുണ്ടാവണം. ശരി, ആ തെളിവ് വരട്ടെ. തെളിവിന് ശേഷം സംസാരിക്കാം. എന്തായാലും ആ അമ്മയുടെ വാക്കുകളെ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. എന്താണ് താങ്കളുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്? നന്ദി ശ്രീ കെ അനിൽകുമാർ.